ഫോർ കിഡ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ ഫോർ കിഡ്സ് ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. ഫോർ കിഡ്സ് ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. അപ്പൊ ഒരു പ്രവാസിയിൽ നിന്ന് വലിയൊരു സമയം ആവശ്യമുള്ള ഒരു ബിസിനസ്മാനിലേക്ക് വളർന്നിരിക്കുകയാണ്, ഒരു പ്രോമിനന്റ് ബിസിനസ്മാൻ എന്ന് പറയാം. ഈ ഇതിന്റെ കൂടെ, ഈ ഒരു ഗ്രോത്തിന്റെ കൂടെ എങ്ങനെയാണ് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുക? അല്ലെങ്കിൽ നമുക്കറിയാം വൈഫിനും കുട്ടികൾക്കൊക്കെ വേണ്ട സമയം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് രണ്ടും കൂടി ഒരേപോലെ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? എന്താണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊരു വലിയ ഗുണപാഠം കൂടിയായിരിക്കും അത്. ബിസിനസ് രംഗത്ത് ജോലി അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഫാമിലി ടൈം കുറവായിരിക്കും. കാരണം ഒത്തിരി യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെ നോക്കിക്കാണുന്നത് സത്യത്തില് ഈ ഒരു ബിസിനസ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ തന്നെ കാരണം, ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഗൾഫിൽ. ഇതിനു മുമ്പായിട്ട് ഞാനൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ മീ ആൻഡ് മൈ ജോബ്. അതിന് എന്റെ ജോബിനോ അല്ലെങ്കിൽ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലി അവര് സ്ട്രഗിൾ ആവും. അപ്പൊ അതിനൊരു മാറ്റം വരണം എന്നുള്ള കൺസെപ്റ്റും കൂടെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ തുടക്കം മുതലേ എന്റെ ഭാര്യ എന്റെ കൂടെയുണ്ട്. അവളോ എന്റെ ഓരോ ചലനത്തിലും അവൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ടൈം, ബിസിനസ് ടൈം എന്നുള്ള ഒരു സെപ്പറേഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ യാത്രകൾ പോവാറുണ്ട്, ഒത്തിരി യാത്രകൾ പോവാറുണ്ട്, എക്സിബിഷൻ ഒത്തിരികൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ സമയത്തൊക്കെ എന്റെ വൈഫും എന്റെ കുടുംബവും എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ കാൻഡൻ ഫെയർ, ചൈനയിൽ വേൾഡിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആണ്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഹോൾ ഫാമിലിയാണ് കൊണ്ടുപോയത്. ഒരു 14 ദിവസം ഞാനിപ്പം നാട്ടിലുള്ള സമയം പോലും ഞാൻ എന്റെ മക്കളെ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടൽ കുറവാണ്. കാരണം മോന് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാണ്, നമ്മൾ CA പഠിക്കുകയാണ്, വേറൊരു മോന് +2 ആണ്. അപ്പൊ അവര് സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ ഒരാള് വർക്കിന് പോകുന്നതായിരിക്കും. അപ്പൊ ഞങ്ങള് ഫാമിലിയുടെ എല്ലാ സമയത്തും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. ഈ ഒരു റീസെന്റ് നടന്ന ഒരു 14 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ 5 പേരും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് യാത്ര ചെയ്യും. അത് ഏറ്റവും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഒരു ബിസിനസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് ഫാമിലിയെ ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് മാത്രമല്ല, ഞാൻ പഠിച്ച ഒരു നല്ല പാഠം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയും കൂടെ എന്റെ ബിസിനസ്സിൽ കൂടെ ഉണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർക്ക് വേറൊരാളുടെ സപ്പോർട്ട് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു മാസം എന്റെ വർക്കിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിലും ഐ എം ഫുള്ളി കോൺഫിഡന്റ് മൈ വൈഫ് ക്യാൻ ഹാൻഡിൽ ദ എൻറ്റയർ പ്രോസസ്. അത് തന്നെയാണ് ഫാമിലി നമ്മുടെ ബിസിനസ്സിന് കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഗുണം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഏരിയയെ കുറിച്ച്, അതിന്റെ സംശയങ്ങളെയും അതിന്റെ പ്രാധാന്യത്തെയും ഒക്കെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ മുസ്തഫ. അപ്പൊ മുസ്തഫ സാറിന് ഒരുപാട് നന്ദി, അത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന്. ആൻഡ് ഇനി പറയാനുള്ളത്, ഇതുപോലെയുള്ള ഇപ്പൊ പ്രവാസ ലോകത്ത് ഒരുപാട് നരകിച്ച് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിലും ഇവിടേക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ കോൺഫിഡൻസ് കുറവുള്ള ആളുകൾക്കുള്ള വലിയൊരു പ്രചോദനമായി മാറട്ടെ ഈ എപ്പിസോഡുകൾ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ പറയാണ്, ഇതൊരു പുതുവത്സര പരിപാടിയാണ്. എല്ലാവർക്കും ഏറ്റവും മനോഹരമായ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതുവത്സരമായിരിക്കട്ടെ. 2025 ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.